പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിൻ്റെ രക്തത്താഴ്ചയും ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. യേശുവേ അങ്ങേക്ക് സ്തോത്രമപ്പ, 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 സ്തോത്രമപ്പ. രക്തത്താഴ്ചയും യേശുവിൻ്റെ രക്തത്താഴ്ചയും, യേശുവിൻ്റെ രക്തത്താഴ്ചയും, യേശുവിൻ്റെ രക്തത്താഴ്ചയും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി. യേശുവിൻ്റെ രക്തത്താഴ്ചയും, യേശുവിൻ്റെ രക്തത്താഴ്ചയും. കർത്താവേ, അന്ന് സകലരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ വൈകിയ വേളയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാവരെയും ഒന്ന് സമർപ്പിച്ച് തരികയപ്പം. പ്രൈസ് ദ ലോർഡ്. അവിടുത്തെ രക്തത്താൽ എല്ലാവരെയും കഴുകിക്കാട്ടെ, എല്ലാവരെയും കർത്താവ് മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്ന് ലോകമെങ്ങും ഗുഡ് ഫ്രൈഡേ ആഘോഷിച്ചു വരുന്ന ഈ നിമിഷങ്ങളിൽ, അല്ലെങ്കിൽ ഈ ദിവസം, പ്രൈസ് ദ ലോർഡ്, കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരണത്തിന് മുൻപായി പറഞ്ഞ 7 മൊഴികളെക്കുറിച്ചുള്ള ഇന്ന് മുതൽ ആരംഭിക്കുന്ന ആ പ്രത്യേക സന്ദേശങ്ങൾക്കായി നമുക്കെല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ, ദാസിമാരുടെ അനുഗ്രഹമേറിയ വചന ശുശ്രൂഷകൾ നമുക്ക് ഇന്ന് മുതൽ നമ്മുടെ റോസ് ഫാമിലിയുടെ ഫേസ്ബുക്കിൻ്റെ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും എന്നത് ഞാൻ ഈ സമയം അറിയിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ അരുമനാഥൻ നമുക്ക് വേണ്ടി ഹല്ലേലൂയ അനുഭവിച്ച ആ കാൽവറിയിൽ അനുഭവിച്ച പാടുകൾ, കഷ്ടങ്ങൾ, കഷ്ടാനുഭവങ്ങൾ, പ്രൈസ് ദ ലോർഡ്. ദൈവമക്കളെ, നാം ഓരോരുത്തർ, അല്ലെങ്കിൽ നാം പറയുന്നു, അല്ലെങ്കിൽ നാം ചിന്തിക്കുന്നുവെങ്കിൽ ഒരാത്മീക ജീവിതത്തിൽ കർത്താവിനോട് ഏറ്റവും അധികം അടുക്കുവാൻ കഴിയും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ധാരാളം വേദനകളും യാതനകളും കഷ്ടങ്ങളും കർത്താവ് അനുഭവിച്ചു, അല്ലേ? ഹല്ലേലൂയ. ദൈവമക്കളെ, അതെ, നാം ഓർക്കുന്നത് തന്നെ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ഇന്ന് മുതൽ നടക്കുന്ന മീറ്റിങ്ങിനെ കർത്താവ് അനുഗ്രഹിച്ച് തരുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് സമർപ്പിച്ച് കൊടുക്കാം. പ്രൈസ് ദ ലോർഡ്. ദൈവത്താൽ അസാധ്യമായത് ഒന്നും ഇല്ല. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി കഷ്ടാനുഭവങ്ങളെ വർണ്ണിക്കുന്ന പഴയ ഒരു ഗാനം ഞാൻ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് പ്രാർത്ഥനയോടുകൂടി നിങ്ങളായിരിക്കുക ദൈവമക്കളെ. കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച ആ വേദനകളെ വർണ്ണിക്കുമ്പോൾ, ഹല്ലേലൂയ, ജീവിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ, പ്രൈസ് ദ ലോർഡ്, കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകണം. പ്രൈസ് ദ ലോർഡ്. എന്തുകൊണ്ടെന്നാൽ അറിയാമോ? കർത്താവിനോട് നാം, ആ കഷ്ടങ്ങളോട് നാം ഇഴുകിച്ചേരുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ദൈവമക്കളെ, ഈ ഗാനം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാമായിരിക്കും. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് എന്നോട് ചേർന്ന് പാടുക. ദൈവത്തെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. കർത്താവ് സകലരെയും ഈ ഗാനത്തിന് മൂലമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്. ഏതനിലാദം ചെയ്ത പാവം ആകെ പോക്കുവാ, ഏതനിലാദം ചെയ്ത പാവം ആകെ പോക്കുവാ, വേദനയേറ്റൻ യേശുനാഥൻ യാഗമായിതോ, വേദനയേറ്റൻ യേശുനാഥൻ യാഗമായിതോ, കാൽവരി മലാമുകളിൽ കാൺമതെന്തഹോ, കാൽവരി മലാമുകളിൽ കാൺമതെന്തഹോ, ദേവകുമാരൻ എൻ്റെ പേർക്കായി തൂങ്ങിടും നിതാ, ദേവകുമാരൻ എൻ്റെ പേർക്കായി തൂങ്ങിടും നിതാ.
മൂന്നാടി മേൽ പൂമേനിയിതാ തൂങ്ങിടും അയ്യോ. മൂന്നാടി മേൽ പൂമേനിയിതാ തൂങ്ങിടും അയ്യോ. മണ്ണിലും വിണ്ണിലും മധ്യമായി തൂങ്ങിടും നീതാ. മണ്ണിലും വിണ്ണിലും മധ്യമായി തൂങ്ങിടും നീതാ. കാൽവരി മാമല മുകളിൽ കാൺമതെന്തഹോ. ദേവകുമാരൻ എൻ്റെ പേർക്കായി തൂങ്ങിടും നീതാ. ദേവകുമാരൻ എൻ്റെ പേർക്കായി തൂങ്ങിടും നീതാ. എറ്റിറ്റു വീണിടും നീണം പാപശാന്തിക്കാ. എറ്റിറ്റു വീണിടും നീണം പാപശാന്തിക്കാ. ഊറ്റി തൻ രക്തം ആ സകലം ഏഴയ്ക്കായോ. ഊറ്റി തൻ രക്തം ആ സകലം ഏഴയ്ക്കായോ. കാൽവരി മാമല മുകളിൽ കാൺമതെന്തഹോ. കാൽവരി മാമല മുകളിൽ കാൺമതെന്തഹോ. ദേവകുമാരൻ എൻ്റെ പേർക്കായി തൂങ്ങിടും നീതാ. ദേവകുമാരൻ എൻ്റെ പേർക്കായി തൂങ്ങിടും നീതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, യെരൂശലേമിൻ്റെ തെരുവീതിലൂടെ പച്ചമരക്കുരിശുമേന്തി നമ്മുടെ കർത്താവ് വേച്ച് നടന്ന് നീങ്ങിയില്ലേ? പ്രിയരെ, ഓരോ അടികളും ഏറ്റുവാങ്ങിയത് അത് നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടി മാത്രമായിരുന്നില്ലേ? ദൈവമക്കളെ, ആ കഷ്ടങ്ങളെ ഓരോ അടികളും കർത്താവ് ഏറ്റുവാങ്ങുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവമക്കളെ, ആ അടികൾ ഏറ്റുവാങ്ങുമ്പോൾ, അതായത് ആ ചാട്ടവാറിൻ്റെ അഗ്രത്ത് ഇരുമ്പ് കുണ്ടുകൾ ഘടിപ്പിച്ചിരുന്നു എന്നത് അത് വളരെ സ്മരണീയമാണ്. ദൈവമക്കളെ, കർത്താവിനെ അടിക്കുമ്പോൾ കർത്താവിൻ്റെ ശരീരത്ത് നിന്ന് മാംസപിണ്ഡങ്ങൾ പറിയപ്പെടുകയുണ്ടായി എന്നത് പ്രൈസ് ദി ലോർഡ്, ദൈവമക്കളെ, പുസ്തകങ്ങളിലൂടെ നാം വായിക്കുന്നു, നാം മനസ്സിലാക്കും. ഇതത്രയും നമുക്ക് വേണ്ടി കർത്താവ് സഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് ഈ വചനത്തിന് മുൻപിൽ നമ്മളെ എല്ലാവരെയും ഒന്ന് സമർപ്പിച്ച് കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവമായി കർത്താവ് ഈ വചനം നിങ്ങൾ മുഴുവനായി കേട്ട് തീരുന്നത് വരെ ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യം, വലിയൊരു അഭിഷേകത്തിൻ്റെ മുൻപിൽ നിങ്ങൾക്കായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഹല്ലേലൂയ. ലോകമെങ്ങും ഗുഡ് ഫ്രൈഡേ കൊണ്ടാടി വരുന്ന ഈ ദിവസം കർത്താവിനെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയുടെ ഉന്നതങ്ങളിൽ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് അനുഭവിച്ച ആ വേദനകളും യാതനകളും കർത്താവെ ഞങ്ങൾക്കൊന്ന് പരസ്പരം ചിന്തിക്കുവാനും ഉണരുവാനും കർത്താവ് ഒരുക്കി തന്ന ഈ മഹാഭാഗ്യത്തിനായി, ഈ നല്ല സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. വചനം കേൾക്കുവാൻ കർത്താവ് കേൾവിക്കാരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ പൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പ, അടിയതിന് യോഗ്യതയില്ലപ്പ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, അങ്ങ് പരിശുദ്ധമുള്ള ദൈവം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവത്തെ വർണ്ണിക്കുവാനുള്ള യോഗ്യത അടിയനില്ലപ്പ. അങ്ങയുടെ സന്നിധിയിൽ അടിയനെ പൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കും.
അവിടുത്തെ അഭിഷേകത്താൽ നിറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരെ കർത്താവ് ഒരുക്കിക്കാട്ടെ. അവിടുത്തെ രക്തത്താൽ കഴുകി ഓരോരുത്തരെ മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് മുതൽ നടക്കുന്ന ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാർ ഒരു മുടക്കവും കൂടാതെ തക്ക സമയത്ത് തന്നെ കർത്താവെ ഗ്രൂപ്പിൽ കടന്നു വന്ന് സന്ദേശങ്ങളെ അറിയിക്കുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണപ്പ. അങ്ങ് ഞങ്ങളുടെ ദൈവമായി, ഇസ്രായേലിന്റെ ദൈവമായി ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ സർവശക്തനായ ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനും ഒന്നാമത്തെ ഒടുക്കത്തനുമായ സർവ്വവല്ലഭനായി കർത്താവിന്റെ ഒരു വലിയ സാന്നിധ്യം ഇന്ന് അനുഭവിപ്പാൻ കർത്താവ് സഹായിച്ചാട്ടെ. അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയനെ പൊടിയോളം താഴ്ത്തുന്ന കർത്താവ് സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ ആരും രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, റോസ് ഫാമിലിയിലുള്ള എല്ലാ അഡ്മിന്മാർക്കും അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലായിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവദാസിമാർ, സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വരവ് സമീപമായിരിക്കുന്നുവല്ലോ ദൈവമക്കളെ. നമ്മുടെ പാറയും വീണ്ടെടുപ്പ് കാരണമായിരിക്കുന്ന രക്ഷിതാവിന്റെ വരവ് സമീപമായിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവിന്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. അതോടൊപ്പം തന്നെ കർത്താവിന്റെ വചനത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആണ്ടവരും രക്ഷകരുമാകിയ യേശു கிறிஸ்துவின் இணையற்ற நாமத்தில் அன்பின் வாழ்த்துதலை நான் உங்களுக்கு அறிவிக்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, நம் ஆண்டவராகிய இயேசு சிலுவையில் அறையப்படுவதற்கு முன்பதாக அவர் 7 விதமான வார்த்தைகளை அவர் சொன்னார். ஹல்லேலூயா. கர்த்தருடைய பிள்ளைகளே, அந்த வார்த்தைகளில் ஒன்று இன்றைய தினம் நான் உங்களுக்காக சொல்ல விரும்புகிறேன். பிரைஸ் தி லார்ட். ஹல்லேலூயா. அவர் எல்லாவற்றையும் முடிக்கிறவராக இருக்கிறார். பிரைஸ் தி லார்ட். சகலத்தையும் அவர் முடித்தார் என்று அவர் சொன்னார் அல்லவா? ஆம் கர்த்தருடைய பிள்ளைகளே, ஒன்று சேர்ந்த தேவனை நாம் ஆராதிப்போம், தேவனை துதிப்போம். அவர் அனுபவித்ததான அந்த பாடுகளை, அந்த வேதனைகளை, அந்த தியாகங்களை, அந்த கஷ்டங்களை நாம் வர்ணிக்கும் பொழுது நிச்சயமாகவே பரலோக ராஜ்யத்தில் இருந்த அவருடைய ஹல்லேலூயா, அவருடைய அபிஷேகம் நம்ம மேல் வரும் என்று நாம் விசுவாசிக்கிறீர்களா? கர்த்தருடைய பிள்ளைகளே, வாருங்கள் ஒன்று சேர்ந்து தேவனை மகிமைப்படுத்துவோம். கர்த்தர் நல்லவர். பிரைஸ் தி லார்ഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവ മക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം നമുക്കായി സകലതും നിവർത്തിച്ച യേശു. പ്രൈസ് ദി ലോർഡ്. സകലതും നിവർത്തിയായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. കർത്താവ് ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ചോദ്യത്തിന് മറുപടി നിങ്ങൾക്കറിയാം, എങ്കിൽ പോലും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവമക്കളെ, കർത്താവ് ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. മാനവ ജാതിയുടെ സകല ജാതി മതസ്ഥർക്കും യേശു കർത്താവ് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. മാനവ ജാതിയെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, ശാപത്തിൽ നിന്ന് വിടുതലയാക്കുവാൻ വേണ്ടി മാത്രമാണ് കർത്താവ് യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ കർത്താവ് മരിക്കാൻ വേണ്ടി വന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അതിനെക്കുറിച്ച് അല്പമായി വർണ്ണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു സകലർക്കും ദൈവമാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ. ക്രിസ്ത്യാനികളെ മാത്രം ദൈവമല്ല. ഹല്ലേലൂയ. ഒന്നുകൂടെ വ്യക്തമാക്കുമ്പോൾ, പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ കർത്താവ് ഭൂമിയിലേക്ക് വന്നു എന്ന് നമുക്കതിനെ ഒന്ന് ഹല്ലേലൂയ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നാം അറിഞ്ഞും അറിയാതെയും യേശുവിനെ ആരാധിക്കുന്നവരാണ് എന്ന സത്യം എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? നാം അറിഞ്ഞും അറിയാതെയും യേശുവിനെ ആരാധിക്കുന്നു എന്ന് ഞാൻ ഇന്ന് ഈ സമയം വ്യക്തമായി പറയട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കൊരു ആമേൻ പറയുവാൻ കഴിയുമോ? ആമേൻ. ഹല്ലേലൂയ. പ്രിയരെ, യേശു ആരാണ്? പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാ? എന്താണ് കർത്താവ് ചെയ്തത്? കർത്താവ് എന്താണ് ചെയ്ത് കഴിഞ്ഞത്?
എന്നതിനെക്കുറിച്ച് അല്പമായി നമുക്ക് ചിന്തിക്കുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിന് അത് ഏറ്റവും അനുഗ്രഹമായി മാറും എന്ന് ഞാൻ കരുതുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പുരാണം പഠിക്കുമ്പോൾ 4 വേദങ്ങളെക്കുറിച്ച് അവിടെ കാണുന്നു. ഒന്ന് ഋതുവേദം, യജസ്വേദം, കാമവേദം, അഥർവവേദം എന്ന് തുടങ്ങി 4 വേദങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയരെ, എന്നാൽ സാമവേദത്തിൽ ചാപ്റ്റർ 2 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: ഓം ബ്രഹ്മപുത്രായ നമഃ. ദൈവത്തിന്റെ പുത്രനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഓം കന്യസുത്തായ നമഃ. കന്യകയിൽ ജനിച്ചവനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഓം വൃക്ഷശൂല അരുന്ധയായ നമഃ. മരത്തിൽ തൂങ്ങപ്പെട്ടവനെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഓം മൃദംജയായ നമഃ. മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവനെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞതായ ആ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. അറിഞ്ഞും അറിയാതെയും ദൈവത്തെ, നസ്രനായ യേശുവിനെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാ നിങ്ങളും ഞാനും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഓം ബ്രഹ്മപുത്രായ നമഃ. ദൈവത്തിന്റെ പുത്രനെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. ആരാണ് ദൈവത്തിന്റെ പുത്രൻ? പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിലേക്ക് പിതാവിന്റെ ഇഷ്ടം നടത്തുവാൻ, അല്ലെങ്കിൽ ചെയ്തെടുപ്പാൻ, അല്ലെങ്കിൽ ചെയ്യുവാൻ വേണ്ടി കടന്നു വന്ന ദൈവപുത്രനാണ് നാസറനായ യേശു. പ്രൈസ് ദി ലോർഡ്. ഓം കന്യസുത്തായ നമഃ. കന്യകയിൽ ജനിച്ചവനെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആരാണ് കന്യകയിൽ ജനിച്ചത്? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നാസറനായ യേശു ബേത്ലഹേമിൽ, ഓ ഹല്ലേലൂയ, ബേത്ലഹേമിൽ കന്യകയിൽ ജാതനായത് നാസറനായ യേശു മാത്രമാണ്. ഭൂമിയിൽ മറ്റാരെയും നമുക്ക് കാണിക്കുവാനായിട്ട് ചൂണ്ടി പറയുവാൻ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഓം വൃക്ഷശൂല അരുന്ധയായ നമഃ. മരത്തിൽ തൂങ്ങപ്പെട്ടവനെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആരാണ് മരത്തിൽ തൂങ്ങപ്പെട്ടവൻ? ദൈവ പൈതലെ, യെരുശലേമിന്റെ തെരുവീതിയിലൂടെ പച്ചമര കുരിശുമേന്തി നടക്ക മുടിയാമൽ, നടക്കുവാൻ കഴിവില്ലാതെ വെച്ച് നടന്നു നീങ്ങിയ നാസറനായ യേശു, പ്രൈസ് ദി ലോർഡ്, കാൽവരിയിൽ തൂങ്ങപ്പെട്ടവനായില്ലേ? പ്രൈസ് ദി ലോർഡ്. ഏതാണ്ട് 3 മണിക്കൂറോളം ആ ക്രൂസിൽ കർത്താവ് കിടന്നില്ലേ ദൈവമക്കളെ? പ്രൈസ് ദി ലോർഡ്. തൂങ്ങപ്പെട്ടവൻ നാസറനായ യേശു. പ്രൈസ് ദി ലോർഡ്. ഓം മൃദംജയായ നമഃ. മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവനെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആരാണ് പ്രിയപ്പെട്ടവരെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ? പ്രൈസ് ദി ലോർഡ്. മരിച്ച് ഉയർത്തെഴുന്നേറ്റവൻ നാസറനായ യേശു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പാതാളത്തെയും മരണത്തെയും വെല്ലുവിളിച്ചുകൊണ്ട്, റോമൻ ഗവൺമെന്റിന്റെ മുദ്രയെ തകർത്തെറിഞ്ഞുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലേ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഞാൻ പറഞ്ഞത്. നാം അറിഞ്ഞും അറിയാതെയും നാസറനായ യേശുവെ നാം ആരാധിക്കുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നാസറനായ യേശുവല്ലാതെ ഭൂമിയിൽ മാനവ ജാതിയെ രക്ഷിക്കുവാൻ ഒരു ദൈവം ഇല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, ഞാൻ നിങ്ങൾക്ക് ഇളൈപ്പാർതൽ തരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് തമിഴ് വേർഡാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ആ ദൈവത്തിന്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, കർത്താവ് കാൽവരി ക്രൂസിൽ ഹല്ലേലൂയ ആയിരുന്നപ്പോൾ 7 വാർത്തകൾ കർത്താവ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അനേകരും മരണസമയത്ത് അനേക മരണമൊഴികൾ പറയാറുണ്ടല്ലേ? അന്ത്യസമയമാകുമ്പോഴേക്ക് പറയുന്നവരെ നമുക്ക് കാണാൻ കഴിയും. ചിലരൊക്കെ ഒന്നും പറയാറില്ല, അവരങ്ങ് പോകും. അവർ പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നു അവർ പോയി എന്ന്. എന്നാൽ ചിലരങ്ങനെയല്ല. അവരുടെ കാലഘട്ടം, അവരുടെ സമയങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അവർ പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവമക്കളെ, അതാണ് മരണം. അങ്ങനെ മരിക്കണം. പ്രൈസ് ദി ലോർഡ്. മക്കളെയും കൊച്ചുമക്കളെയും ഭാര്യയൊക്കെ വിളിച്ചിരുത്തി അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകളും അവർക്ക് വേണ്ടുന്ന
അഡ്വൈസും ഒക്കെ കൊടുത്തിട്ട് പോകുന്ന എത്രയോ മാതാപിതാക്കളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൽ ഭാഗ്യം ചെയ്തവളാ ഞാനും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എൻ്റെ ഡാഡിയുടെ പിതാവ് മരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ സമയം ഒരു നിമിഷം കൊണ്ട് അത് പറഞ്ഞു തീർത്ത് പെട്ടെന്ന് കടന്നു തരാം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആ പ്രിയ അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പായി എൻ്റെ അമ്മച്ചി ആദ്യം വിളിച്ചു, എൻ്റെ ഡാഡിയെ വിളിച്ചു. ഞങ്ങൾ 6 മക്കളാണ്. 6 കുഞ്ഞുങ്ങളെയും വിളിച്ചിട്ട് 6 പേരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പ്രൈസ് ദി ലോർഡ് അപ്പച്ചൻ എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് അപ്പച്ചൻ എന്നോട് പറഞ്ഞത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഞാൻ വളരെ കുഞ്ഞാ. പ്രൈസ് ദി ലോർഡ്. എങ്കിലും അപ്പച്ചൻ എന്നോട് പറഞ്ഞു, മോളെ, അപ്പനെ പോലെ അല്ലെങ്കിൽ അപ്പച്ചനെ പോലെ സുവിശേഷത്തിന്റെ ഭാഗമായി കടന്നു പോകണം. അപ്പനും അമ്മയ്ക്കും നല്ല പേര് വാങ്ങിക്കൊടുക്കണമെന്ന് അന്ന് പറഞ്ഞത് ഞാൻ ഇന്ന് ഓർക്കുന്നു. ഞങ്ങൾ വളരെ കുഞ്ഞുങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് എൻ്റെ ഡാഡിയോട് ചോദിച്ചു, ഞാൻ മരിക്കാൻ പോവുകയാ, നീ കരയരുതെന്ന് പറഞ്ഞു. ഒരു സൊട്ട് കണ്ണുനീർ പോലും നിന്റെ കണ്ണിൽ നിന്ന് വരരുതെന്ന് എൻ്റെ ഡാഡിയോട് എൻ്റെ അപ്പച്ചൻ പറഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എന്നിട്ട് എൻ്റെ അപ്പച്ചൻ തന്നെ കാല് നീട്ടിവെച്ചു, കൈ നീട്ടിവെച്ചു. ആരോ എൻ്റെ ഫാദർ ആരോ കാല് പിടിക്കാനായിട്ട് വന്ന് പറഞ്ഞ, ആരും പിടിക്കണ്ട, ഞാൻ മരിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവമക്കളെ, എൻ്റെ പപ്പയെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. ആമേൻ പറയുമ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ ജീവൻ പോയി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇതാണ് മരണം. അഭിഷിക്തന്മാരുടെ മരണം ഉറക്കം പോലെയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ കർത്താവിന്റെ മരണ സമയത്ത് കർത്താവ് 7 മൊഴികൾ പറയുകയുണ്ടായി. അത് എന്തെല്ലാമാണെന്ന് വളരെ പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 23:34 വാക്യം, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഫാദർ, forgive them, for they do not know what they do. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് കർത്താവ് പറഞ്ഞത് ലൂക്കോസ് 23:43, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കും. Today, truly I said you today, you will be with me in paradise. Praise the Lord. Hallelujah. ദൈവമക്കളെ, അടുത്തതായിട്ട് കർത്താവ് പറഞ്ഞ മറ്റൊരു, അതായത് 3-ാമത്തെ വാർത്ത യോഹന്നാൻ 19:26-27, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. ജീസസ് said to his mother, woman, this is your son. Then he said to his disciple, this is your mother. 4-മതായിട്ട് പറഞ്ഞത് മത്തായി 15:34, ഏലി ഏലി ലമ ശബക്താനി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? മൈ ഗോഡ്, മൈ ഗോഡ്, വൈ ഹാവ് യു സീക്കൻ മീ. പ്രൈസ് ദി ലോർഡ്. 5-മതായിട്ട് പറഞ്ഞത്, എനിക്ക് ദാഹിക്കുന്നു. യോഹന്നാൻ 19:28, ഐ തേഴ്സ്റ്റ്. പ്രൈസ് ദി ലോർഡ്. 6-മതായിട്ട് പറഞ്ഞത് യോഹന്നാൻ 19:30 വാക്യം, നിവർത്തിയായി. When Jesus had received the wine, he said, it is finished, and he bowed his head and handed over the spirit. Praise the Lord. Hallelujah. 7-മതായിട്ട് കർത്താവ് പറഞ്ഞത്, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 23:46 വാക്യം, ജീസസ് ക്രൈഡ് ഔട്ട് ഇൻ എ ലൗഡ് വോയിസ്, ഫാദർ, ഇൻ യുവർ ഹാൻഡ്സ് ഇൻ കമൻഡ് മൈ സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇതാണ് കർത്താവ് കാൽവരി ക്രൂസിൽ പറഞ്ഞ 7 വാർത്തകൾ അല്ലെങ്കിൽ 7 മൊഴികൾ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സകലതും നിവർത്തിയായി. പ്രൈസ് ദി ലോർഡ്. നമുക്കായി സകലതും നിവർത്തിയായി നിവർത്തിച്ച യേശു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ യേശു കർത്താവ് തന്റെ മരണസമയത്ത് പറഞ്ഞ കാര്യങ്ങളാണിത് അത്രയും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്കതിന് ആധാരമായിട്ട് ഒരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം നമുക്കിവിടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം, യേശു
പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞു. തല ചായ്ച്ചു ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, യേശു എന്തിനാണ് ഈ ലോകത്തിൽ വന്നത്? പ്രൈസ് ദി ലോർഡ്. ആദ്യം മനുഷ്യൻ ആദം കൽപ്പന ലംഘനം നടത്തിയതിനാൽ ഏദൻ തോട്ടത്തിൽ നിന്ന് വെളിയിലായി എന്ന് നമുക്ക് മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എന്താണ് ആദാമിനും ഹവ്വയ്ക്കും നഷ്ടപ്പെട്ടെന്നറിയാമോ? ദൈവത്വം, രാജ്യത്വം, പുരോഹിത്വം, പ്രവാചകത്വം, പുത്രത്വം, ഇങ്ങനെ കർത്താവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് ഹല്ലേലൂയ തനിക്ക് ലഭിച്ചിരുന്ന തേജസ്സിന്റെ മഹിമകൾ നഷ്ടമായി എന്നത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, 10ാം തലമുറക്കാരനായി നോഹയെ കർത്താവ്, യഹോവയായ ദൈവം തിരഞ്ഞെടുക്കുന്നു നീതിമാനായി. ആ കാലഘട്ടത്തിൽ നോഹ മാത്രമേ നീതിമാനായിട്ടുണ്ടായിരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഒരു കുടുംബത്തെ മാത്രം ദൈവം നീതിയുള്ള ഒരു കുടുംബമായി കണ്ടു. പ്രൈസ് ദി ലോർഡ്. ബാക്കിയുള്ളവരെ ജലപ്രളയത്താൽ അവർ നഷ്ടപ്പെടുകയുണ്ടായി. പ്രിയരെ, ദൈവം ജാതികളുടെ ഇടയിൽ നിന്ന് അടുത്തതായിട്ട് അബ്രഹാമിനെ കർത്താവ് തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് അബ്രഹാമിന്റെ കൊച്ചുമകനായിരിക്കുന്ന യാക്കോബിനെ കർത്താവ് തിരഞ്ഞെടുത്തു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. അതിനും ശേഷമായി പ്രൈസ് ദി ലോർഡ് ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തു. ദൈവമക്കളെ, ഹല്ലേലൂയ, ദാവീദിന്റെ തലമുറയിലാണ് യേശു കർത്താവ് ജനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നതെന്ന് നാം ആഴമായി അല്പം കൂടെ ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞെടുപ്പാൻ കർത്താവ് വന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് കർത്താവ് കടന്നു വന്നതിന്റെ മറ്റൊരു ഉദ്ദേശം, ഹല്ലേലൂയ, യേശു ശുശ്രൂഷിപ്പാൻ വന്നു എന്നാണ്. മത്തായി 20-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് പിശാചിന്റെ പ്രവർത്തികളെ കർത്താവ് അഴിപ്പാനായിട്ട് വന്നു. യോഹന്നാൻ 3:8. പ്രൈസ് ദി ലോർഡ്. യേശു അതിന് ശേഷമായി യേശു കർത്താവ് വന്നതിന്റെ മറ്റൊരു ഉദ്ദേശം കൂടെ ഞാൻ പറയട്ടെ. യേശു നമ്മെ ദൈവമക്കളാക്കുവാൻ വേണ്ടി കർത്താവ് കടന്നു വന്നു. യോഹന്നാൻ 1:12. പ്രൈസ് ദി ലോർഡ്. 12-ാമത്തെ വാക്യം. പ്രിയരെ, കാൽവരി ക്രൂശിൽ കർത്താവ് ഏതെല്ലാം വിഷയങ്ങളിലാണ് കർത്താവ് പൂർത്തീകരിച്ച ഏതെല്ലാം വിഷയങ്ങളാണെന്ന് നാം ഇന്ന് അല്പം കൂടെ ഒന്ന് ആഴമായി ചിന്തിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നാമതായിട്ട് കർത്താവ് കഷ്ടതകളുടെ പൂർത്തീകരണം അത് കർത്താവ് നിവർത്തീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം നാം ഇവിടെ വായിച്ചുവല്ലോ. യേശു കുടിച്ച വീഞ്ഞ് കുടിച്ച ശേഷം എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, മർക്കോസ് 14:34 വായിക്കുമ്പോൾ എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷ വേളയിൽ പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, കർത്താവ് മരിച്ചവരെ ഉയർപ്പിച്ചിരുന്നു എന്നത് വചനത്തിൻ മൂലമായി നമുക്ക് ചിന്തിക്കുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ലാസറിനെ ഉയർപ്പിച്ചു, കർത്താവ് യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചു, കർത്താവ് നയൻ പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചുവല്ലോ. ദൈവമക്കളെ, മാത്രമല്ല കർത്താവ് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, അന്ധർക്ക് കാഴ്ച കൊടുത്തു, ചെകിടർക്ക് കേൾവി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. വിശക്കുന്നവർക്ക് ആഹാരം കൊടുത്തു. പക്ഷപാതക്കാരനെ കർത്താവ് സൗഖ്യമാക്കി, പച്ചവെള്ളത്തെ കർത്താവ് വീഞ്ഞാക്കി, കടലിനെയും കാറ്റിനെയും കർത്താവ് ശാന്തമാക്കി. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, പിന്നീട് നാം കാണുന്നത് യേശു കർത്താവിന്റെ ഗെത്സമനയിലെ പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിന്റെ ഗെത്സമനയിലെ പ്രാർത്ഥനയാണ് പിന്നീട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ജീവിക്കുന്ന ദൈവവേദന രാത്രി മുഴുവനും കർത്താവ് പ്രാർത്ഥിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രി മുഴുവനും കർത്താവ് പ്രാർത്ഥിച്ചു.
ചുരുക്കി പറഞ്ഞാൽ പീഡനങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് കർത്താവ് ഇവിടെ അനുഭവിച്ചതെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സങ്കീർത്തനം 22:1 വാക്യം വായിക്കുമ്പോൾ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് കർത്താവ് ചോദിക്കുന്നു. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? സങ്കീർത്തനം 129:3 വാക്യം വായിക്കുമ്പോൾ, ഉഴവുകാർ എൻ്റെ മുതുകിൽ ഉഴവ് ചാലുകളെ പോലെ ഹല്ലേലൂയ നീളത്തിൽ കീറിയെന്ന് കർത്താവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, യെശയ്യാ പ്രവചനം 53:3 വാക്യം വായിക്കുമ്പോൾ, യേശു ഒരു വ്യസന പാത്രമായി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ജീവിക്കുന്ന ദൈവ പൈതലേ, യേശു എങ്ങനെയാണ് വ്യസന പാത്രമായി മാറുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, ഹല്ലേലൂയ, നാം ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവിന്റെ മുഖം വാടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ മുഖം വിരൂപമാകും. പ്രിയരെ, കർത്താവ് ഒരു വ്യസന പാത്രമായി മാറുന്നു. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. പ്രിയരെ, കഷ്ടതയിലും പ്രയാസത്തിലും ദുഃഖത്തിലും കർത്താവ് ഈ ദുഃഖങ്ങളെല്ലാം ഒന്നിച്ച് കർത്താവ് സഹിച്ചു, കർത്താവ് വഹിച്ചു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ ഹല്ലേലൂയ തോന്നും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് ഇവിടെ ഒരു വ്യസന പാത്രമായി മാറുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, യെശയ്യാ പ്രവചനം 53:9 വാക്യം വായിക്കുമ്പോൾ, അവർ ദുഷ്ടന്മാരോട് കൂടെ ശവക്കുഴി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, യേശുവിനെ 3 കോടതിയിൽ കർത്താവിനെ വിസ്തരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിനെ 3 കോടതിയിലേക്ക് മാറ്റി. ഹല്ലേലൂയ. 1 സന്നിധി സംഘം, 2 ഹെരോദസിന്റെ കോടതി, 3 പീലാത്തോസിന്റെ കോടതി. ഇങ്ങനെ 3 കോടതിയിലൂടെ കർത്താവ് കയറി ഇറങ്ങി. കർത്താവ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? കർത്താവ് പാപം ചെയ്തിട്ടാണോ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ 3 കർത്താവിനെ വിസാരിച്ചിട്ട്, അല്ലെങ്കിൽ കർത്താവിനെ അവർ ഹല്ലേലൂയ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കൂടെ ഒരു കുറ്റവും അവർക്ക് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. എന്താണെന്നറിയാമോ? കർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. കർത്താവ് പാപിയല്ല. കർത്താവ് പാപം ചെയ്തിട്ടല്ല കോടതിയിൽ നിൽക്കേണ്ടി വന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവ മക്കളെ, മർക്കോസ് 15:15 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, അവരെ ചാട്ടവാറിനാൽ അടിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. 15:17 വായിക്കുമ്പോൾ, ഹല്ലേലൂയ, രക്താംബരം ധരിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. 15:17 വായിക്കുമ്പോൾ അവന്റെ തലയിൽ മുൾക്കിരീടം ചൂടിച്ചു. 15:19 വായിക്കുമ്പോൾ തലയിൽ കോലുകൊണ്ട് അടിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, 19 വായിക്കുമ്പോൾ അവന്റെ മുഖത്ത് തുപ്പി. പ്രൈസ് ദി ലോർഡ്. എത്ര നികൃഷ്ടമായ ഒരു മൃഗീയമായ ഒരവസ്ഥയിലൂടെ കർത്താവ് കടന്നു പോകുന്നു. കർത്താവ് തെറ്റ് ചെയ്തിട്ടാണോ? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. മാനവ ജാതിക്കായി പ്രൈസ് ദി ലോർഡ് കഷ്ടതയുടെ ഒരു പരമ്പര തന്നെ യേശു കർത്താവ് ഏറ്റുവാങ്ങി. ഇതാണ് കഷ്ടതയുടെ പൂർത്തീകരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, രണ്ടാമതായിട്ട് കർത്താവ് പൂർത്തീകരിച്ചത് ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണം. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണം കർത്താവ് അത് നിവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളെ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവ പൈതലേ, ആദിമ മനുഷ്യൻ ഹല്ലേലൂയ അനുസരണക്കേടിനാൽ, ആദ്യമ മനുഷ്യന്റെ അനുസരണക്കേടിനാൽ ദൈവമക്കളെ മാനവ ജാതി പാപത്തിൽ മുഴുകി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, ന്യായപ്രമാണത്തിൽ പാപം ചെയ്താൽ മരിക്കുമെന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണം പറയുന്നത് പാപം ചെയ്യുന്നവൻ മരിക്കും എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൽപ്പനകൾ ഹല്ലേലൂയ ലംഘിച്ച ആദാം ഹവ്വ ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമോ? അവർ തോട്ടത്തിന് വെളിയിലാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണെന്ന് അറിയാമോ? അവർ പാപം ചെയ്തു എന്നവർക്ക് ബോധ്യമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരിലുണ്ടായിരുന്ന മഹിമ, അവരിലുണ്ടായിരുന്ന ദൈവിക തേജസ് അവർക്ക് നഷ്ടമായി. പ്രിയരെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർക്ക് അത് നഷ്ടമായപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഔട്ടായി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഒരുക്കി കൊടുത്ത
കൊടുത്ത ഏദൻ പൂങ്കാവനത്തിൽ നിന്ന് കർത്താവ് അവരെ ആക്കിയിരുന്ന എത്ര ശ്രേഷ്ഠമേറിയ ഒരനുഭവമായിരുന്നു ഏദൻ പൂങ്കാവനത്തിൽ ഉണ്ടായിരുന്നത്. അതെ അവർ നഷ്ടമാക്കി. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ അവർ തോട്ടത്തിന് പുറത്ത്, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവർ തന്നെ വസ്ത്രങ്ങളെ ഉണ്ടാക്കി മെനഞ്ഞുണ്ടാക്കി അവർ തോട്ടത്തിന് പുറത്തിരിക്കുക. കാരണം എന്താണെന്നറിയാമോ? അവർ പാപം ചെയ്തു എന്ന് അവർക്ക് ബോധ്യമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർക്കുണ്ടായിരുന്ന അവരുടെ ദൈവത്വം, രാജ്യത്വം, പുത്രത്വം, പൗരോഹിത്വം എല്ലാം സകലതും നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 13, 14 വാക്യങ്ങളെ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. കയീൻ ഹാബേലിനെ കൊന്നതിന് ശേഷം, പ്രൈസ് ദി ലോർഡ്, കയീൻ പറയുന്നു, എന്നെ ആരെങ്കിലും കണ്ടാൽ എന്നെയും കൊല്ലും, എന്നെ ആരെങ്കിലും കണ്ടാൽ എന്നെയും കൊല്ലും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ, കുറ്റം ചെയ്യുന്നവന്റെ മനസ്സ് കുറുകുറുക്കുമെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറ്റം ചെയ്യുന്നവന്റെ മനസ്സ് കുറുകുറുക്കുമെന്ന് തമിഴിൽ ഇങ്ങനെ പറയാറുണ്ട്. മലയാളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇവൻ കുറ്റം ചെയ്തത് കൊണ്ട്, പാപം ചെയ്തത് കൊണ്ട്, തന്റെ സഹോദരനെ കൊന്നത് കൊണ്ട്, ദൈവമക്കളെ, തന്റെ ഭയം, തന്നെ ആരെങ്കിലും കണ്ടാൽ, ഹല്ലേലൂയ, തന്നെ കൊല്ലും എന്നുള്ള ഭയം തനിക്കുണ്ടായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, മരണവിധിയിലായിരുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ യേശു തന്റെ ജീവനെ ബലിയായി കൊടുത്തുവല്ലോ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 1:14 വായിക്കുമ്പോൾ, വചനം ജഡമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ ക്രൂശിൽ മരിച്ചു. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 8:1-2 വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അതുകൊണ്ട് ക്രിസ്തേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്തേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല എന്ന് വചനം വളരെ വ്യക്തമായി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്ന് വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ക്രിസ്തേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, മൂന്നാമതായിട്ട് കർത്താവ് ക്രൂശിൽ പൂർത്തീകരിച്ച മറ്റൊരു കാര്യം, പ്രൈസ് ദി ലോർഡ്, രോഗസൗഖ്യത്തിന്റെ പൂർത്തീകരണം കർത്താവ് നിവർത്തീകരിച്ചു. രോഗസൗഖ്യത്തിന്റെ പൂർത്തീകരണം. പ്രൈസ് ദി ലോർഡ്. മത്തായി 8:16-17 വാക്യങ്ങളെ വായിക്കുമ്പോൾ നമുക്കവിടെ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരും അവന്റെ അടുക്കൽ വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, അവൻ വാക്കുകൊണ്ടും ഭൂതാത്മാക്കളെ, അതായത് ദുരാത്മാക്കളെ പുറത്താക്കി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. ഹല്ലേലൂയ. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ, അല്ലെങ്കിൽ കർത്താവ്, ഹല്ലേലൂയ, പൂർത്തീകരിച്ച ഒരു കാര്യം, പ്രൈസ് ദി ലോർഡ്, രോഗത്തിന് സൗഖ്യമുണ്ടായി. രോഗസൗഖ്യം നമുക്കുണ്ടായി. യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവർത്തിയായി വന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. പ്രൈസ് ദി ലോർഡ്. കാൽവരി ക്രൂശിൽ യേശു മരിച്ചത് രോഗത്തിന്റെ നിവർത്തീകരണത്തിന് മാത്രമായിരുന്നു എന്നത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ രോഗങ്ങളെയും ബലഹീനതകളെയും അവൻ കാൽവരി ക്രൂശിൽ മരിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വരും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുക ദൈവമക്കളെ. ഏത് രോഗിയായിരുന്നാലും, ഏത് രോഗത്താൽ ബാധിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നാലും നാം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നാസറനായ യേശു, പ്രൈസ് ദി ലോർഡ്, കാൽവരി ക്രൂശിൽ നമ്മുടെ രോഗത്തെയും വഹിച്ചു. കർത്താവ് അത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, രോഗിയായി കഷ്ടപ്പെടുന്നതിൽ കർത്താവിന് താല്പര്യമില്ല. ആകയാൽ നാം രോഗത്താൽ ബാധിക്കപ്പെടുമ്പോൾ നമുക്ക് പൂർണ്ണ ജയമുണ്ട് രോഗത്തിന്മേൽ. എന്താണെന്നറിയാമോ? കർത്താവ് രോഗത്തെ കർത്താവ് ജയിച്ചവനാണ്. നമ്മുടെ രോഗത്തെ കർത്താവ് വഹിച്ചവനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ യേശുവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 53:5 വാക്യം വായിക്കുമ്പോൾ, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ നമ്മുടെ മേൽ വന്നു. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവമക്കളെ, സകലതും പൂർത്തി
പൂർത്തിയായി എന്ന് കർത്താവ് പറയുമ്പോൾ നമ്മുടെ രോഗത്തിനും സൗഖ്യം വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നമുക്ക് ചേർന്നൊരു ആമേൻ പറയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. നാം ഏതെങ്കിലും രോഗത്താൽ ബാധിക്കപ്പെട്ട ഒരു വ്യക്തിയായി ഇന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നവെങ്കിൽ, സഹോദര സഹോദരി, ഞാൻ നിങ്ങളോടായി പറയട്ടെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ രോഗത്തിന്റെ സൗഖ്യം തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ത് രോഗമായിരുന്നാലും, ഹല്ലേലൂയ, അതെ, കർത്താവ് നമ്മുടെ രോഗത്തിന് സൗഖ്യം തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തായിട്ട് അവസാനമായിട്ട് ഒരു പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞു, ഒരു ഒറ്റ വാക്കും കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിച്ചുകൊള്ളാം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ പൂർത്തീകരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ പോയതിന് ശേഷം കാര്യസ്ഥനെ ഞാൻ ഇങ്ങോട്ടേക്ക് അയക്കുമെന്ന്. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, ഞാൻ കാര്യസ്ഥനെ അയക്കും, അഥവാ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് കർത്താവ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവമക്കളെ, യേശുവിന്റെ മരണത്തിലൂടെ, പ്രൈസ് ദി ലോർഡ്, പാപം ശാപം നീങ്ങി. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 7:37 ഞാൻ വായിക്കാൻ വേണ്ടിയല്ല, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാവരും എന്റെ അരികിലേക്ക് വന്ന് കുടിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. പരിശുദ്ധാത്മാവിനുള്ള ഒരു ദാഹം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനുള്ള ഒരു വാഞ്ച സകലരിലും ഉണ്ടാകട്ടെ. ദൈവമക്കളെ, വാഞ്ചിക്കുന്ന യോവരുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നാളുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം പ്രിയരെ, 120 പേരുടെ ഒരു സംഘം മർക്കോസിന്റെ മാളിക മുറിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവർ ഹല്ലേലൂയ മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ ഇടയിലേക്ക് അഗ്നിജ്വാലകൾ കൊത്ത കണ്ണുകളോടുകൂടെ അവർക്ക് പ്രത്യക്ഷനായി എന്ന് പ്രൈസ് ദി ലോർഡ് അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുന്നുവല്ലോ. ദൈവമക്കളെ, ഇന്ന് പ്രാർത്ഥിക്കുന്ന യാവരുടെ മേലും പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ രാജ്യത്തിനും സുവിശേഷത്തിനും വേണ്ടി ഹല്ലേലൂയ പുറപ്പെടുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവൃത്തി, വലിയൊരു അഭിഷേകം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവമക്കളെ, ഇപ്പോൾ ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കർത്താവ് പരിശുദ്ധാത്മാവ് എന്ന ദാനത്തെ കർത്താവ് പൂർത്തീകരിച്ചു, നിവർത്തീകരിച്ചു. സകലർക്കും അഭിഷേകം. ഗ്ലോറി ടു ഗോഡ്. വിശ്വസിക്കുന്ന എല്ലാവരുടെ മേലും അതിശയവും അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കും എന്നത് വിശ്വസിക്കുക ദൈവമക്കളെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു മരിച്ചതോടെ ആത്മാവെന്ന വാഗ്ദത്തം നമുക്ക് നൽകപ്പെട്ടു, അഥവാ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് ഞാൻ ഈ തരുണത്തിൽ അറിയിക്കട്ടെ. വിശ്വാസത്തോടെ ഇരുന്നാൽ പരിശുദ്ധാത്മാവ് നമുക്ക് നമ്മുടെ മേൽ കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവ പൈതലേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയുവാൻ നമുക്ക് കഴിയും എന്ന വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഏറ്റെടുക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കർത്താവ് കടന്നു പോകുമ്പോൾ ഒരു വലിയ ഉത്തരവാദിത്വമായിരുന്നു കർത്താവിന്റെ മേൽ ഉണ്ടായിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. കർത്താവ് എത്ര വ്യക്തമായിട്ടാ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർത്തത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്റെ അമ്മയെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ശിശുവിനെ ഏൽപ്പിക്കുന്നതായിട്ട് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറയുമ്പോൾ കർത്താവ് ഈ അടികളൊക്കെ ഏറ്റുവാങ്ങി കർത്താവ് വീഴാൻ തുടങ്ങുന്ന ആ സമയമുണ്ടല്ലോ. ദൈവമക്കളെ, യെരൂശലേം പുത്രിമാർ വന്ന കർത്താവിനെ തൊടുവാൻ, അല്ലെങ്കിൽ കർത്താവിനെ പിടിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ കർത്താവ് അവരോട് പറയുന്നു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവേ. പ്രൈസ് ദി ലോർഡ്. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി, ഒരു ലൈൻ മാത്രം ഞാൻ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യെരൂശലേമിൻ പുത്രിമാരെ, എന്നെ ചൊല്ലി കരയരുത്. യെരൂശലേമിൻ പുത്രിമാരെ, എന്നെ ചൊല്ലി കരയരുത്. നിങ്ങളെയും മക്കളെയും ചൊല്ലി കരഞ്ഞിടുവിൻ. നിങ്ങളെയും മക്കളെയും ചൊല്ലി കരഞ്ഞിടുവിൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, യേശുവിന്റെ അമ്മയെ കർത്താവ് എത്ര ഉത്തരവാദിത്തോടു കൂടിയാ, ഹല്ലേലൂയ, യേശുവിന്റെ ശിഷ്യനെ വിളിച്ചു പറയാം, സഹോദര, അല്ലെങ്കിൽ ആ ശിഷ്യനോട് പറയുന്നു, ഇതോ നിന്റെ അമ്മ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവ്. ഹല്ലേലൂയ. സകലത്തിനും മതിയായവൻ. മേലായ നാമം യേശുവിന്റെ നാമം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്നൊക്കെ 2021 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തെ ഇന്ന് ഞാൻ നിങ്ങളോട് വർണ്ണിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും പേർ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാ ചരിത്രമല്ല, ഒരു കെട്ടുകഥയല്ല, ഒരു സംഭവമല്ല, നമ്മൾ മറ്റെന്തെങ്കിലും കഥ പറഞ്ഞു പോകുന്ന ഒരു ചരിത്ര പരമ്പരയല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, യഥാർത്ഥ സംഭവം നമുക്ക് വേണ്ടി കർത്താവ് ഹല്ലേലൂയ ഏറ്റുവാങ്ങിയ അനുഭവത്തെയാണ് നമ്മൾ വർണ്ണിച്ച് കാണിച്ചത്. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾ ഹല്ലേലൂയ, ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം, ഹല്ലേലൂയ, ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചുമ്മാതെ നേരം കളയുന്നതെന്ന്. പ്രൈസ് ദി ലോർഡ്. അവർ ഇങ്ങനെ ഈ ആരാധിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് പലപ്പോഴും പല വ്യക്തികളും വക തേടുന്നുണ്ട്. ഇത് അന്വേഷിക്കുവാനായിട്ട് ഞാൻ നിങ്ങളോടായിട്ട് യഥാർത്ഥമായിട്ട് ഒരു കാര്യം പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രമാത്രം യാതനകളും വേദനകളും അനുഭവിച്ച ഒരു ദൈവത്തെ നമുക്ക് കാണുവാനുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് പറയുവാനുണ്ടോ? ദൈവ പൈതലേ, യഥാർത്ഥമായിട്ട് നമുക്ക് കർത്താവിന്റെ അരികിലേക്ക് ഒന്ന് കടന്നു വരണ്ടേ? നമ്മുടെ വേദനകളെ കാണുമ്പോൾ, നമ്മുടെ ദുഃഖങ്ങളെ കാണുമ്പോൾ, നമ്മുടെ പ്രയാസ പ്രതികൂല അവസ്ഥകളെ കാണുമ്പോൾ യേശു കർത്താവ് മനമുരുകുന്ന ദൈവമാ, തകർന്നു പോകുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, നിങ്ങൾക്കും എനിക്കും വേണ്ടി കർത്താവ് ഓരോ അടികളും ഏറ്റുവാങ്ങിയില്ലേ? പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മീശ പിഴുതെറിയുമ്പോൾ കർത്താവിന് എത്രമാത്രം വേദന ഉണ്ടായിരുന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മുഖത്തേക്ക് അവർ തുപ്പിയില്ലേ? ഹല്ലേലൂയ. കർത്താവിന്റെ തലയിൽ മുള്ളുകൊണ്ടുള്ള കിരീടം വെച്ചപ്പോൾ, ദൈവമക്കളെ, ഞാനൊരു ചരിത്ര പുസ്തകത്തിൽ വായിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിന്റെ തലയിൽ മുള്ളുകൊണ്ടുള്ള കിരീടം വെച്ചപ്പോൾ ദൈവ പൈതലേ, ഹല്ലേലൂയ, എന്താണ് സംഭവിച്ചത്? കർത്താവിന്റെ കണ്ണിലേക്ക് ഒരു മുള്ള കുത്തി ഇറങ്ങിയപ്പോൾ കർത്താവിന്റെ കൃഷ്ണമണി വെള്ളിത്തള്ളിയെന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി. ദൈവ പൈതലേ, ഹല്ലേലൂയ, കർത്താവ് എത്രമാത്രം വേദനകൾ അനുഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്നും ഹല്ലേലൂയ, ആ കർത്താവിന്റെ കാൽവരി ക്രൂശിലെ പാടുകളെ, ആ ദുഃഖങ്ങളെ, ആ വേദനകളെ, ആ കഷ്ടപ്പാടുകളെ നാം വർണ്ണിക്കുമ്പോൾ ജീവിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നാം അറിയാതെ നമ്മുടെ കണ്ണ് നിറയും. ഹല്ലേലൂയ, നാം അറിയാതെ നമ്മുടെ കണ്ണുകളെ നിറയും. പ്രൈസ് ദി ലോർഡ്. ആകയാൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, ഞാനൊരു കാര്യം നിങ്ങളോട് വ്യക്തമായി പറയട്ടെ. ഒരു പക്ഷേ നിങ്ങൾ യേശുവിനെ കുറിച്ച് അറിയാത്ത ഒരു വ്യക്തി ആയിരുന്നിരിക്കാം. ഞാൻ ഒരു കാര്യം പറയുന്നത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. നാസറേനായ യേശുവല്ലാതെ മാനവ ജാതിയെ രക്ഷിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, മറ്റൊരുവരാലും സാധ്യമല്ല. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ അതേ കാര്യങ്ങൾ വചനത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ എല്ലാം നിറവേറി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കർത്താവിന്റെ ജീവൻ പോകുമ്പോൾ എന്താണ് സംഭവിച്ചത്? യെരൂശലേം ദേവാലയത്തിന്റെ തിരശീല മേൽത്തൊട്ട് കീഴ വരെ കീറി. പ്രൈസ് ദി ലോർഡ്. എന്താണെന്നറിയാമോ? ദൈവമക്കളെ, അതുവരെയും പുരോഹിതന്മാർ അതിപരിശുദ്ധ സ്ഥലത്ത് അവർ ആരാധിക്കും, അവർ മാത്രം കടന്നു പോകും. എന്നാൽ യെരൂശലേം ദേവാലയത്തിന്റെ തിരശീല കീറിയ നാൾ, ഹല്ലേലൂയ എന്ന് പറഞ്ഞ സകല മനുഷ്യർക്കും യേശുവിന്റെ അരികിലേക്ക് കടന്നു വരുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം, ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ദൈവം കർത്താവ് നമുക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് പറഞ്ഞത്, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയും. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, നമുക്കായി സകലതും നിവർത്തിച്ച യേശു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സകലതും കർത്താവ് നിവർത്തിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഹല്ലേലൂയ. ഇനി ഒന്നുമില്ല കർത്താവിന് പറയുവാൻ. എല്ലാം കർത്താവ് വളരെ വ്യക്തമായി ശരിയായ വിധത്തിൽ കർത്താവ് പൂർത്തീകരിച്ചു. ആത്മാവിനെ തല ചായ്ച്ച് ആത്മാവിനെ വിട്ടുകൊടുത്തു എന്നാണ് നാം വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം
എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞു. തല ചായ്ച്ചു, ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു സ്നേഹനിധിയായ ഒരു ദൈവത്തെ നമുക്ക് കാണുവാനുണ്ടോ? നമുക്ക് പറയുവാനുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാനവജാതിയെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ ഉപദ്രവിക്കുവാൻ വന്നവരെ കർത്താവ് ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നോക്കിയാൽ മതിയായിരുന്നു അവൻ ഭസ്മമായി പോകുവാൻ. എന്നാൽ കർത്താവ് അത് ചെയ്തില്ല. എന്താണെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ആ കാൽവരി ക്രൂശിലെ സ്നേഹം നിങ്ങളെയും എന്നെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കർത്താവ് തീരുമാനിച്ചത്. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, സകലതും നിവൃത്തിയായി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി കണ്ണുകളെ അടയ്ക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ദൈവമക്കൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, അങ്ങയുടെ കാൽവരി ക്രൂശിലെ മരണത്തിന് മുൻപായി കർത്താവ് പറഞ്ഞ 7 മൊഴികളിൽ ഹല്ലേലൂയ സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞ വചനത്തിൽ നിന്നുകൊണ്ട് കർത്താവേ, ആ വാർത്തയിൽ നിന്നുകൊണ്ട് അനേക വിഷയങ്ങളെ ചിന്തിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പ എത്രത്തോളം സമയം കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. കേൾവിക്കാരെ കർത്താവ് ഒരുക്കിയതിനായി സ്തോത്രം. വചനം കേട്ടവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇനി വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തുതിക്കുന്നു. കർത്താവേ, ആരും തന്നെ ദൈവത്തിന്റെ വഴി വിട്ടു പോകരുതേ. ആരും ഈ വഴി വിട്ടു പോകരുതേ കർത്താവേ. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥമായി എന്റെ യേശു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ നിത്യാവകാശികളായി തീരുവാൻ ഞങ്ങളെ കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അങ്ങ് രക്ഷിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം. കൃപ കൊണ്ട് നിറച്ചാട്ട് കർത്താവ് സകലത് ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, നാം ഇവിടെ കേട്ടതായി വചനം നമുക്ക് അനുഗ്രഹമായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സകലതും നിവർത്തിച്ച യേശു. പ്രൈസ് ദി ലോർഡ്. റോസ് ഫാമിലിയില ഇങ്ങനെ ഒരു സന്ദർഭത്തെ വീണ്ടും എനിക്ക് ഒരുക്കി തന്ന എൻ്റെ ശ്രേഷ്ഠ അഡ്മിന്മാർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രൈസ് ദി ലോർഡ്, ഇത്രയും സമയം എന്നെ വീക്ഷിച്ചു കൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകർക്കും, അതുപോലെ ഈ ഗ്രൂപ്പിലായിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർ, മറ്റ് കർത്തൃദാസന്മാർ, ദാസിമാർ, എന്നെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ നിറഞ്ഞ മനസ്സോടെ നിങ്ങൾക്ക് ഞാൻ അർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവിനെ ഉയർത്തി കാണിക്കുവാൻ നമ്മൾ കൂടാതെ ലോകമെങ്ങും പോയി കർത്താവിന്റെ സാക്ഷികളാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. കഷ്ടമോ നഷ്ടമോ പ്രയാസമോ പ്രതികൂലമോ നിന്ദകളോ അപമാനങ്ങളോ എന്ത് തന്നെ വന്നിരുന്നാലും കർത്താവിന്റെ വഴി വിട്ടു പോകരുതേ സഹോദരങ്ങളെ. കർത്താവിനെ മുറുകെ പിടിച്ചു കൊള്ളുക. സകലത്തിനും മതിയായവൻ നമ്മുടെ കർത്താവ്. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. Amen, amen, amen. God bless you all. Praise the Lord.